ഇത് ഇപ്പൊ ദശരഥന്റെ ചരമഗതി രാമായണ പാരായണമാണിത്. ഞാൻ ഒന്ന് വായിക്കട്ടെ. മന്ത്രിവരനാം സുമന്ത്രരുമേറിയോരന്തശുജാ ചെന്നയോധ്യ പൂക്കീടിനാൾ വസ്ത്രേണ വക്രവും അച്ചാദ്യ കണ്ണുനീരർത്തർത്തമിറ്റിറ്റു വീണു അർത്ഥമിറ്റിറ്റു വീണും തുടച്ചു മത്തേരും പുറത്തു ഭാഗത്തും എത്തിച്ചെന്നു ധീരതയോടും നൃപനെ വണങ്ങിനാൻ. രാത്രീപതേ ജയ വീരമൗലേ ജയ ശാസ്ത്രമതേ ജയ ശൗര്യാംബുദേ ജയ കീർത്തിനിധേ ജയ സ്വാമിൻ ജയ ജയ ഗോത്രജാതോത്രം ഗോത്രജാതോത്രം സമേ ജയ ഗോത്രജാതോത്രം സമേ ജയ. ഇത്തരം ചൊല്ലി സ്തുതിച്ചു വണങ്ങിയ ഭൃത്യനോടാശിച്ചു ചോദിച്ചു നൃപോത്തമൻ. സോദരനോടും ജനകാത്മജരോടും ഏതൊരു ദിക്കിലിരുന്നു രാഘവൻ. ഏതൊരു ദിക്കിലിരുന്നു രാഘവൻ. നിർലജ്ജനായതി പാപിയാം എന്നോടു ചൊല്ലുവാൻ എന്തോന്നു ചൊല്ലിയതെന്നുടെ ലക്ഷ്മണനെന്തു പറഞ്ഞു വിശേഷിച്ചു ലക്ഷ്മി സമയായ ജാനകി ദേവിയും. ആ രാമ ഹാ ഗുണവാരിതേ ലക്ഷ്മണ വാരിജലോചനെ ബാലേ മിഥിലജേ. ദുഃഖം മുഴുത്തു മരിപ്പാൻ തുടങ്ങുന്ന ദുഷ്കൃതിയാമെന്നരികത്തിരിപ്പാനും മക്കളെ കണ്ടെനിക്കു മരിപ്പാനും ഇക്കാലമില്ലാതെ വന്നു സുഹൃതവും. ഇത്തം പറഞ്ഞു കേഴുന്ന നൃപേന്ദ്രനോടു ഉൾത്താപമോടുര ചെയ്തു സുമന്ത്രനും. ശ്രീരാമസീതാ സുമിത്രാത്മജന്മാരെ തേരിലേറ്റിക്കൊണ്ടുപോയേൻ തവാജ്ഞയാ. പുരസവിതേ ചെന്നു ഗംഗാതടേ വസിച്ചിരും ദശാന്തരെ കണ്ടു തൊഴുതിതു ശൃംഗിവേരാധിപൻ. കൊണ്ടുവന്നു ഗുഹൻ മൂലഫലാദികൾ തൃക്കൈകൾ കൊണ്ടതു തൊട്ടു പരിഗ്രഹിച്ച കുമാരന്മാർ ജടയും ധരിച്ചു. പിന്നെ രഘുത്തമൻ എന്നോട് ചൊല്ലിനാൻ എന്നെ നിരൂപിച്ചു ദുഃഖിയായി ആരുമേ ചൊല്ലേണമെന്നുടെ താതനോടും അല്ലലുള്ളത്തിലുണ്ടാകാതിരിക്കണം. സൗഖ്യമയോധ്യയിലേറും വനങ്ങളിൽ മോക്ഷസിദ്ധിക്കും പെരുവഴിയായി വരും. മാതാവിനും നമസ്കാരം വിശേഷിച്ചു ഖേദമെന്നെ കുറിച്ചുണ്ടാകരുതേതും. പിന്നെയും ചൊൽക പിതാവതി ഖിന്നനായി വാർദ്ധക്യ പീഡിതനാകയാൽ എന്നെ പിരിഞ്ഞുള്ള ദുഃഖമശേഷവും ധന്യവാക്യാമൃതം കൊണ്ടടക്കിരണം. ജാനകിയും തൊഴുതെന്നോട് ചൊല്ലിനാൾ ആളാനന പത്മവും താഴ്ത്തി മന്ദം അസുരുഗണങ്ങളും വാർത്തു സദ്ഗതം ശുശ്രൂപാദേഷു സാഷ്ടാംഗം നമസ്കാരം. തോണീകരേറി ഗുഹനോടുകൂടവേ പ്രാണവിയോഗേന നിന്നെ നടിയനും അക്കരെ ചെന്നിറങ്ങിപ്പോയി മറവോളമിക്കരെ നിന്നു ശവശരീരം പോലെ 4-5 നാഴിക ചെന്നവാറേ ധൈര്യമാലഭ്യ മന്ദം നിവൃത്തനായിടിനാൻ. തത്ര കൗസല്യ കരഞ്ഞു തുടങ്ങിനാൻ. ദത്തമല്ലോ പണ്ടേ വരദ്വയം ഇഷ്ടയായോരു കൈകേയിക്കു രാജ്യമോ ദുഷ്ടനായി നൽകിയാൽ പോരായിരുന്നിതോ. മൽപുത്രനെ കാനനാന്ത്യേ കളവതിനിപ്പാപിയെന്തു പിഴച്ചിതു ദൈവമേ. കാനനാന്തേ കളവതിനായി പാവിയെന്തു പിഴച്ചിതു ദൈവമേ.
ഏവമെല്ലാം വരുത്തി തനിയെ പരിദേവനം ചെയ്വതിനെന്തൊരു കാരണം? ഭൂപതി കൗസല്യ ചെന്നൊരു വാക്കുകൾ താവേന കേട്ടു മന്ദം പറഞ്ഞിടിനാൻ. പുണ്ണിലൊരു കൊള്ളി വെക്കുന്നതുപോലെ പുണ്യമല്ലാതെ മാം ഖേദിപ്പിക്കായിക നീ. ദുഃഖമുൾക്കൊണ്ടു മരിപ്പാൻ തുടങ്ങുമെന്നുൾക്കാമ്പുരുക്കി ചമയായിക വല്ലഭേ. പ്രാണപ്രയാണമടുത്തു തപോധനൻ പ്രാണവിയോഗ ശപിച്ചിതു കാരണം. കേൾക്ക നീ ശാപവൃത്താന്തം മനോഹരേ, സാക്ഷാൽ തപസ്വി കളീശ്വരന്മാരല്ലോ. അർദ്ധരാത്രോ ശരജാലവും ചാപവും ഹസ്തേ ധരിച്ചു മൃഗയാ വിവശനായി വാഹിനി തീരെ വനാന്തരേ മാനസമോഹേന നിൽക്കുന്ന നേരമൊരു മുനി ദാഹേന മാതാപിതാക്കൾ നിയോഗത്താൽ സാഹസത്തോടിരുട്ടത്തു പുറപ്പെട്ടു. കുംഭവും കൊണ്ടു നീർ കോരുവാൻ വന്നവൻ കുംഭേന വെള്ളമൻപോടു മുക്കുംവിധോ കുംഭത്തിൽ നീരകം പൂക്ക ശബ്ദം കേട്ടു. അമ്പോഗതമിതി ചിന്തിച്ചുടൻ നാദമേദീനാം സായകം സന്ധ്യായ ചാവേ ദൃഢമയച്ചീടിനാൻ. സന്തായ ചാവേ ദൃഢമയച്ചീടിനേൻ. ഹാഹാ ഹതോസ്മഹ്യം ഹാ ഹേതി കേട്ടിതു മനുഷ്യവാക്യവും. ഞാനൊരു ദോഷമാരോടുമേ ചെയ്തില്ല. കേന വാ ഹന്ത ഹതോഹം വിദേ വ്രത പാർത്തിരിക്കുന്നതു മാതാപിതാക്കന്മാരാർത്തി കൈകൊണ്ടു തണ്ണീർക്കു ദാഹിക്കയാൽ ഇത്തരം മർത്യനാദം കേട്ടു. ആർത്തി കൊണ്ടു തണ്ണീർക്കു ദാഹിക്കയാൽ ഇത്തരം മർത്യനാദം കേട്ടു. ഞാൻ അതിഗ്രസ്തനായി തത്ര ചെന്നത്തലോടും തഥാ താപസവാലകൻ പാദങ്ങളിൽ വീണു. താവേനേ ചൊന്നേൻ മുനിസുതനോടു ഞാൻ, സ്വാമി ദശരഥനായ രാജാവു ഞാൻ, മാമപര്യാദീനം രക്ഷിക്ക വേണമേ. ഞാനറിയാതെ മൃഗയാ വിവശനായി കണ്ണീർ കുടിക്കും നാദമെന്നോർത്തു. ബാണമേ എയ്തേനടി പാപിയായോരു ഞാൻ പ്രാണൻ കളയുന്നതുണ്ടിനി വൈകാതെ. പാദങ്ങളിൽ വീണു കേണീടുമെന്നോടു ഖേദം കലർന്നു ചൊന്നാൻ മുനിബാലകൻ. കർമ്മമത്രേ തടുക്കാവതല്ലാർക്കുമേ, ബ്രഹ്മഹത്യാ പാപമുണ്ടാകയില്ലതേ. വൈശ്യനത്രേ ഞാൻ മമ പിതാക്കന്മാരെ ആശ്വസിപ്പിക്ക നീയേതുമേ വൈകാതെ. വാർദ്ധക്യമേറി ജരാനരയും പൂണ്ടു നേത്രവും കാണാതെ പാർത്തിരുന്നിടുന്നു. ദാഹേന ഞാൻ ജലം കൊണ്ടെന്നു ചൊല്ലുവാൻ ദാഹം കൊടുക്ക നീ തണ്ണീർ കൊടുത്തിനി. വൃത്താന്തമെല്ലാം അവരോടറിയിക്ക. സത്യമെന്നാൽ അവർ നിന്നെയും രക്ഷിക്കും. എന്നുടെ താതനു കോപമുണ്ടാകിലോ നിന്നെയും ഭസ്മമാക്കിയിടുമറിക നീ. പ്രാണങ്ങൾ പോകാഞ്ഞു പീഡയുണ്ടേറ്റവും ബാണം പറിക്ക നീ വൈകരുതേതുമേ എന്നതു കേട്ടു ശല്യോദ്ധാരണം ചെയ്തു. പിന്നെ സജലം കലശവും കൈക്കൊണ്ടു ദമ്പതിമാരിയ്ക്കുന്നിട അവിടേക്കതി സംഭ്രമത്തോടു ഞാൻ ചൊല്ലും ദശാന്തരേ. വൃദ്ധതയോടു നേത്രങ്ങളും വെട്ടർദ്ധരാത്രിക്കു വിശന്നു ദാഹിച്ചഹോ വർത്തിക്കുമെങ്ങൾക്കു തണ്ണീർക്കു പോയൊരു പുത്രനും ഇന്നു മറന്നു കളഞ്ഞിതോ. മറ്റില്ലൊരാശ്രയം ഞങ്ങൾക്കൊരു നാളും മുറ്റും ഭവാൻ ഒഴിഞ്ഞെന്തു വൈകിടുവാൻ. ഭക്തിമാനേറ്റവും മുന്നമെല്ലാമതി സ്വസ്ഥനായി വന്നിതോ നീ കുമാരാബലാൽ. ഇപ്രകാരം നിരൂപിച്ചിരിക്കും വിധോ മൽപാദ വിന്യാസജധ്വനി കേൾക്കായി താൽപര്യമാറ്റം മതീയം തഥാ കേട്ടു. താൽപര്യമോടു പറഞ്ഞു ജനകനും, വൈകുവാനെന്തിതു മൂലം മമ നന്ദന, വേഗേന തണ്ണീർ തരിക നീ സാദരം. ഇത്തമാകർണ്യ ഞാൻ ദമ്പതിമാർ പദം
ഭക്ത്യാ നമസ്കരിച്ചത്രയും ഭീതനായി വൃത്താന്തമെല്ലാം അറിയിച്ചതു നേരം. പുത്രനെ അല്ലല്ലയോ അല്ല അയോധ്യാപതിപനാകിയ പൃഥ്വീവരൻ ഞാൻ ദശരഥനെന്നു പേർ. യാത്രോ വനാന്തരേ മൃഗയാഭിവശനായി ശാർദൂലമുഖ്യ മൃഗങ്ങളെയും കൊന്നു പാർത്തിരുന്നേൻ നദീതീരേ. മൃഗാശയ കുംഭത്തിൽ നീരകം പൂക്കൂ ശബ്ദം കേട്ടു. കുംഭീവരൻ നിജ തുമ്പിക്കരം തന്നിൽ അമ്പസ്സു കൊള്ളുന്ന ശബ്ദമെന്നോർക്കയാൽ അമ്പയച്ചേൻ അറിയാതെ ബലാൽ. പുത്രനു കൊണ്ട നേരത്തു കരച്ചിൽ കേട്ടെത്രയും ഭീതനായി തത്ര ചെന്നീടിനേൻ. ബാലനെ കണ്ടു നമസ്കരിച്ചേനതു മൂലമവനമെന്നോടു ചൊല്ലിനാൻ. കർമ്മമത്രേ മമ വന്നതിതു തവ ബ്രഹ്മഹത്യാ പാപമുണ്ടാകയില്ലതേ. കണ്ണും പൊടിഞ്ഞു വയസ്സുമേറെ പുക്കു പർണശാലാന്തേ വിശന്നു ദാഹത്തോടും എന്നെയും പാർത്തിരിക്കും പിതാക്കന്മാർക്കു തണ്ണീർ കൊടുക്ക എന്നോടു ചൊല്ലിനാൻ. ഞാനതു കേട്ടോടു വന്നേനിനി ജ്ഞാനികളാം നിങ്ങളൊക്കെയും ക്ഷമിക്കണം. ഇത്രയേ ഉള്ളൂ. നാളെ വേറെ ഒരു